ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫാസിൽ ഹമീദ്. ഞാൻ ഐസർ ഭോപ്പാലിലെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ചെയ്തു. 2020 ഗ്രാജുവേറ്റ് ആയി. അപ്പോൾ ഐസറിനെ പറ്റി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഐസറിൻ്റെ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 3 ചാനലിലൂടെയാണ് അവർ അവിടെ സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്യുന്നത്. അതായത് ഒന്ന്, ഫസ്റ്റ് ചാനൽ KVPY, കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന. നമുക്കറിയാവുന്നതാണ്. KVPY നമുക്ക് +1 എന്ന് എഴുതാൻ പറ്റും, +2 എന്ന് എഴുതാൻ പറ്റും. പിന്നെ +2ന് ശേഷം നമ്മളൊരു ബേസിക് സയൻസ് കോഴ്സ് എൻറോൾ ചെയ്താൽ അതിൻ്റെ ഫസ്റ്റ് ഇയറിലും നമുക്ക് KVPY എഴുതാൻ പറ്റും. അതിനൊക്കെ ഓരോ സ്ട്രീംസ് ഉണ്ട്, XS, SB എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ചാനൽ എന്ന് പറയുന്നത് JEE അഡ്വാൻസ്ഡ് ആണ്. JEE അഡ്വാൻസ്ഡിൽ റാങ്ക് ലിസ്റ്റിൽ ഒരു 10,000 ബിലോ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസറിൻ്റെ JEE അഡ്വാൻസ് പ്ലാറ്റ്ഫോമിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ JEE അഡ്വാൻസിൻ്റെ റിസൾട്ട് വന്നിട്ട് പിന്നെ ആ ചാനലിലൂടെ ഉള്ള ഐസർ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ടൈം പറഞ്ഞിട്ടുണ്ടാവും അവരെ നോട്ടിഫിക്കേഷനിൽ. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ സ്കോർ കാർഡ് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പം അങ്ങനെയാണ് JEE അഡ്വാൻസ് വഴി നമ്മൾ ഐസറിൽ അഡ്മിഷൻ കിട്ടുന്നത്. പിന്നെ മൂന്നാമത്തെ ചാനലാണ് SCB. SCB ചാനലിൽ ഐസർ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റിൻ്റെ ഒരു മോഡൽ എന്ന് വെച്ചാൽ PCMB, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഈ 4 സബ്ജക്റ്റിൽ നിന്നും 50 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഈ പരീക്ഷ നടത്താറുള്ളത്. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആണ് ഐസറിൻ്റെത്. ഓക്കെ. പിന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റൽ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം ഉണ്ടാവുക. കുറച്ച് കൺസെപ്റ്റ് ഡെപ്തിൽ അറിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ സാധാരണയായിട്ട് എൻട്രൻസിൽ ഒന്നെങ്കിൽ നമ്മൾ എൻജിനീയറിംഗ് സ്ട്രീമിൽ ഉള്ള ആൾക്കാർ ഒന്നെങ്കിൽ മാത്സിനോ അല്ലെങ്കിൽ മെഡിക്കൽ സ്ട്രീമിലുള്ളവർ ബയോളജിക്കോ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ ശരിക്ക് ഐസറിൻ്റെ എക്സാമിൽ ഒന്നെങ്കിൽ ബയോളജി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എഴുതുകയോ അല്ലെങ്കിൽ എൻജിനീയറിംഗിൻ്റെ ആൾക്കാർ മാത്തമാറ്റിക്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുകയോ ചെയ്താൽ മതി. ഫിസിക്സ്, കെമിസ്ട്രി പിന്നെ കോമൺ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഐസറിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതിനിവിടെ കേരളത്തിലൊക്കെ തന്നെ മീൻസ് കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി ഇവിടെയൊക്കെ തന്നെ സെൻറ്റേഴ്സ് ഉണ്ട്. ഓക്കെ. ഇനി ഐസറിൽ അവിടുത്തെ ഒരു ഇയറിൻ്റെ ഒരു ഇയർ പ്ലാൻ എന്ന് വെച്ചാൽ 5 ഇയർ കോഴ്സാണ്. BSMS ഡ്യുവൽ ഡിഗ്രി 5 ഇയർ കോഴ്സാണ്. നിങ്ങൾക്ക് BSഉം ഒരുമിച്ച് MS കിട്ടുന്ന ഒരു 5 ഇയർ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമാണ്. അതിൽ ഫസ്റ്റ് 2 ഇയർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും സെയിം ആയിരിക്കും. അതായത് എല്ലാ സ്റ്റുഡൻസും ഒരേ കാര്യങ്ങളാണ് പഠിക്കുക. ബേസിക്കലി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, പിന്നെ ഒപ്പം കുറച്ച് എർത്ത് ആൻഡ് എൻവയറോൺമെൻറ്റ് സയൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്, പിന്നെ അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്, അതേപോലെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് HSS എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക്. അങ്ങനത്തെ കുറച്ച് ടോപ്പിക്കുകളും എക്സ്ട്രാ ആയിട്ട് ഈ ഫസ്റ്റ് 2 ഇയറിൽ വരും. പിന്നെ 3rd ഇയറിലാണ് നമ്മളൊരു സബ്ജക്റ്റ് മേജറായിട്ട് ചൂസ് ചെയ്യുക. അത് നമുക്ക് ഇതിൽ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും എടുക്കാം. PCMB, EES, പിന്നെ HSS അങ്ങനത്തെ വിഷയങ്ങളിൽ നമുക്ക് HSS ഇല്ല, PCMB, EESൽ ഏത് വിഷയവും മേജറായിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ. എന്നിട്ട് നമ്മൾ 5th ഇയറിൽ
ഒരു ഫാക്കൽറ്റീൻ്റെ കീഴിൽ നമ്മുടെ ഇന്റേൺഷിപ്പ് ചെയ്യും. ഒരു വർഷം ഫൈനൽ ഇയർ മൊത്തം ഇന്റേൺഷിപ്പ് ആയിരിക്കും. അതിലാണ് കൂടുതൽ റിസർച്ച് കൈൻഡ് ഓഫ് സ്റ്റഫ്സ് നമ്മൾ കൂടുതൽ അടുത്തറിയുണ്ടാവുക ഈ 5th ഇയറിലാണ്. നമ്മൾ മൊത്തം ഒരു ലാബിലായിരിക്കും. ഐദർ ഇറ്റ് ഈസ് തിയററ്റിക്കൽ ഓർ എക്സ്പെരിമെൻ്റൽ, അങ്ങനത്തെ വർക്കായിരിക്കും. കമ്പ്യൂട്ടേഷണൽ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഓഫീസിലായിരിക്കും. എക്സ്പെരിമെൻ്റൽ വർക്കാണെങ്കിൽ നമ്മൾ ലാബ്സിലായിരിക്കും. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് വരിക, മീൻസ് 5th ഇയർ ഇന്റേൺഷിപ്പിൻ്റെ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞപ്പോൾ ഈ 3rd ഇയറിനാണ് മേജർ ചൂസ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം, അതിപ്പോൾ ഓരോ ഐസറിനും ഡിപ്പെൻഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ പല ഐസറിനും പല രീതികളുണ്ട്. ഓരോ ഐസറും ഓട്ടോണോമസ് ആണ്, അപ്പോൾ അവർക്ക് അവരുടേതായ രീതികളുണ്ട്. ഇപ്പോൾ ചില ഐസറിൽ 3 സെമസ്റ്റർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് മേജർ ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ പ്രീ മേജർ എടുക്കാവുന്ന 2 സബ്ജക്ട്സ് മെയിനായിട്ട് പഠിച്ചിട്ട് പ്രീ മേജർ എടുക്കാവുന്ന ഒരു സിസ്റ്റം ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ചേരുമ്പോൾ 3rd ഇയറിലായിരുന്നു മേജർ എടുത്തിരുന്നത്. ഇപ്പോൾ മുന്നേ തന്നെ പ്രീ മേജർ സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. അതായത് ഓരോ വർഷവും ഇവോൾവ് ചെയ്യുന്ന സിസ്റ്റമാണ്. ഇതൊന്നും അഡമൻ്റ് അല്ല, വളരെ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അക്കാഡമിക് സിസ്റ്റമാണ് ഐസേഴ്സിൽ ഉള്ളത്. അത് ഓരോ ഐസേഴ്സിലും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ PCMB ആണ് മെയിൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഐസർ ഭോപ്പാലിൽ ഈ ബേസിക് സയൻസസ് അല്ലാതെ തന്നെ എൻജിനീയറിങ്ങും നമുക്ക് മേജറായി എടുക്കാൻ പറ്റുന്ന നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. മീൻസ് അവിടെ കെമിക്കൽ എൻജിനീയറിംഗിൽ നമുക്ക് മേജറായിട്ട് എടുക്കാം. അതേപോലെ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ ഡാറ്റാ സയൻസ് എൻജിനീയറിംഗ്, അതിൽ നമുക്ക് മേജർ എടുക്കാം. അപ്പോൾ ഈ ഡാറ്റാ സയൻസ് എൻജിനീയറിംഗ് ഒക്കെ പുതിയതായിട്ട് വന്ന സംഭവങ്ങളാണ്. ഓക്കെ, അതേപോലെ എക്കണോമിക് സയൻസിൽ നമുക്ക് മേജർ എടുക്കാം. എക്കണോമിക് സയൻസിൽ BS ഉള്ളത് ഐസർ ഭോപ്പാലിൽ മാത്രമാണ്. ഓക്കെ, പിന്നെ അതേപോലെ ഈ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളത് ഐസർ ഭോപ്പാലിൽ മാത്രമാണ്. ഓക്കെ, പിന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമും. അത് 5 വർഷത്തെ കോഴ്സാണ്. വേണമെങ്കിൽ നമുക്ക് BS കഴിഞ്ഞിട്ട് ഒരു എക്സിറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് BX ഡിഗ്രി അവാർഡ് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നതാണ്, സ്കോളർഷിപ്പ് കിട്ടുന്നതാണ്. അത് മന്ത്ലി നമുക്കൊരു 5,000 കിട്ടും. നമ്മളൊരു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി വരികയാണെങ്കിൽ നമുക്കൊരു 5,000 കിട്ടും. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും JEE അഡ്വാൻസും വഴി വരികയാണെങ്കിൽ 5,000 കിട്ടും. പിന്നെ അത് KVPY ഫെല്ലോകൾക്ക് മന്ത്ലി ഒരു 7,000 ആണ് സ്റ്റൈപ്പൻഡ് കിട്ടുക. ഓക്കെ, പിന്നെ ഇത് സ്റ്റൈപ്പൻഡ് മാത്രമല്ല, നമുക്ക് ഓരോ വർഷം നമുക്ക് കണ്ടിജൻസി ആയിട്ട് 20,000 എമൗണ്ട് കിട്ടും. ഈ 20,000 എമൗണ്ട് കൊണ്ട് നമുക്ക് ഇന്റേൺഷിപ്പുകൾ ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയിൽ പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ, IITസിൽ, IIScയിൽ, ഐസേഴ്സിൽ ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, IISTയിലൊക്കെ പോയി ഇന്റേൺഷിപ്പ് ചെയ്യാം. മാത്രമല്ല നമുക്ക് ഫോറിനിലും ചെയ്യാം, പുറത്ത് പോയിട്ടും ചെയ്യാം. നമ്മുടെ ബാച്ചിലും നമ്മളെ സീനിയേഴ്സിലൊക്കെ കുറേ ആൾക്കാർ തന്നെ പുറത്ത് പോയിട്ട് US-ലും ജപ്പാനിലും ജർമ്മനിയിലൊക്കെ പോയിട്ട് തന്നെ ഈ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഈ ഇന്റേൺഷിപ്പ് ചെയ്യല് നമ്മുടെ ഒരു 3 month വെക്കേഷൻ ഉണ്ട്, മെയ് ജൂൺ ജൂലൈ. ആ ടൈമിലായിരിക്കും നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യല്. അപ്പോൾ നമ്മൾ ഫോറിൻ ട്രിപ്പ് മീൻസ് ഫോറിൻ യാത്ര നടത്തുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ടിക്കറ്റ് ചാർജൊക്കെ നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് കണ്ടിജൻസി. അപ്പോൾ സ്കോളർഷിപ്പും ആൻഡ് കണ്ടിജൻസി. പിന്നെ ഇവിടെ നമുക്ക് ക്യാമ്പസിലൊക്കെ തന്നെ നമ്മുടെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടും ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഈ സ്പോർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സിന്തറ്റിക് കോർട്സ്, അതേപോലെ ഇൻഡോർ ക്ലബ്സ്, ഇതൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മീൻസ് ക്ലാസ് ടൈമിങ് കഴിഞ്ഞാൽ, അതായത് ഒരു 9 to 5 ക്ലാസ് ടൈമിങ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫെസിലിറ്റീസ് ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ,
അപ് ടു ലേറ്റ് നൈറ്റ് 1 മണി 2 മണി രാത്രി 2 മണി വരെയൊക്കെ തന്നെ നമുക്ക് ഈ ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിക്കാം. ലൈറ്റ് നമ്മളെ ഫ്ലഡ് ലൈറ്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ സിന്തറ്റിക് കോർട്സ് നമുക്ക് വേണമെങ്കിൽ കളിക്കാം. അതേപോലെ സ്റ്റുഡൻറ് ആക്ടിവിറ്റി സെന്ററിൽ സ്റ്റുഡൻറ് ആക്ടിവിറ്റി സെന്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിൽ നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻഡോർ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ക്ലബ്ബുകളിൽ പോയാൽ നമുക്ക് ടേബിൾ ടെന്നീസ്, അതേപോലെ ക്യാരംസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മളെ ഹോബിക്ക് അനുസരിച്ച് ഹോബി പെർസ്യൂ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്ലബ്സ് ഐസേഴ്സിലുണ്ട്. മീൻസ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസ്ട്രോണമി ക്ലബ്ബ്, റോബോട്ടിക്സ് ക്ലബ്ബ്, പിന്നെ എൻവയറൺമെൻറ്റ് ആൻഡ് സോഷ്യൽ ഇനീഷ്യേറ്റീവ് ക്ലബ്ബ്. അപ്പോൾ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്മുടെ താല്പര്യം എന്താണോ, നമ്മുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാനും അത് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലബ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വി ആർ മീറ്റിംഗ് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദ കൺട്രി. ഇന്ത്യ മീൻസ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് കിട്ടുന്നത്. മീൻസ് എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് നമ്മളെ ക്ലാസ്സിൽ നിന്നുണ്ടാവും. നോർത്ത് ഈസ്റ്റിൽ നിന്നുണ്ടാവും, കാശ്മീരിൽ നിന്നുണ്ടാവും, നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, ഫുൾ എല്ലാ കുട്ടികളും നമ്മളെ ഒപ്പം ഉണ്ടാവും, ഫാക്കൽറ്റീസിലും ഉണ്ടാവും. ഓക്കെ. പിന്നെ അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൾച്ചേഴ്സ് എന്താണ്, ഇന്ത്യയിൽ പല ആൾക്കാരുടെ കൾച്ചേഴ്സ്, അവരുടെ എത്നിക് കൈൻഡ് ഓഫ് സിസ്റ്റംസൊക്കെ നമുക്കൊന്ന് അടുത്തറിയാനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ IIC എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ഫോർ എന്റർപ്രിനർഷിപ്പ്. ഐസേഴ്സ് ഒക്കെ തന്നെ എന്റർപ്രിനർഷിപ്പ്, സ്വയം സംരംഭകത്വം വളരെ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. സ്റ്റുഡൻസിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള പല ഫെസിലിറ്റീസ് ആണ് ഈ IIC-യിലൂടെ, ഈ ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെ ഐസേഴ്സിൽ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, വെദർ ഇറ്റ് ഈസ് ബിസിനസ് മോഡൽ ഓർ സയൻസ് മോഡൽ, അത് നമുക്ക് അതിനെ ഒരു സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്യാനും അതിന് ഫണ്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും അതിൻ്റെ വേറെ പല പേപ്പേഴ്സ് വർക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഈ ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ PCMB ഉണ്ട്, എൻജിനീയറിംഗ് ഉണ്ട്, അതേപോലെ HSS എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. HSS എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്. ഇപ്പോൾ പൊതുവെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ IITസിലും ഐസേഴ്സിലും ഒക്കെ തന്നെ മീൻസ് ഒന്നെങ്കിൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ സയൻസ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ എന്നൊരു കൺസെപ്റ്റാണ്. അത് തെറ്റാണ് ശരിക്ക്. ഇങ്ങനത്തെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് അങ്ങനത്തെ കാര്യങ്ങളും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ നമുക്കും ആ മേഖലകളിലൊക്കെ കുറച്ച് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ നമ്മുടെ സയൻസ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് സബ്ജക്ട്സിനോടൊപ്പം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എലക്റ്റീവ്സ് എടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ HSS ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് ഈ ഫിലിം പ്രൊഡക്ഷനും ഫിലിമിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ HSSൽ തന്നെ ഫിലിം സ്റ്റഡിയൊക്കെ എലക്റ്റീവ്സ് ആയി എടുത്തിരുന്നു. അതേപോലെ മോഡേൺ ലിറ്ററേച്ചർ സ്റ്റഡി. അപ്പോൾ അങ്ങനെ ലിറ്ററേച്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ ആർട്ട് കൈൻഡ് ഓഫ് സംഭവങ്ങളോട് നമുക്ക് കുറച്ച് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ എലക്റ്റീവ് കോഴ്സസ് നമുക്ക് നമ്മുടെ മേജറിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എടുക്കാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഓക്കെ. പിന്നെ വിജോഷി എന്ന് പറഞ്ഞൊരു ക്യാമ്പ് ഉണ്ട്. അതായത് നിങ്ങൾ KVPY-യിലൂടെയാണ് വരുന്നെങ്കിൽ വിജോഷി എന്നൊരു ക്യാമ്പ് നിങ്ങൾക്ക് ഉണ്ടാവും. അതിൽ KVPY വഴി വരുന്ന കുട്ടികൾക്കും പിന്നെ ഇൻസ്പയർ വഴി വരുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പാണ് ഈ വിജോഷി ക്യാമ്പ്. അത് യൂഷ്വലി കണ്ടക്ട് ചെയ്യൽ IISc-യിലും പിന്നെ ഐസേഴ്സിലും പിന്നെ ചില IITസിലും ആണ് അത് കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു വട്ടം നമ്മളവിടെ ഐസർ ഭോപ്പാലിലും ഈ വിജോഷി ക്യാമ്പ് നടന്നിട്ടുണ്ട്.
അപ്പോൾ ഈ വിജോഷി ക്യാമ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിൽ കുറെ നോബൽ ലോറിയേറ്റ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം നമുക്ക് കിട്ടും. കുറെ സീനിയർ സയന്റിസ്റ്റുകളുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ധാരാളം ഫെസ്റ്റുകൾ, വേരിയസ് ടൈപ്പ് ഓഫ് ഫെസ്റ്റുകൾ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാവും. മീൻസ് ഓരോ ടൈമിൽ ഓരോ ഫെസ്റ്റ് ആയിരിക്കും. മീൻസ് മെയിൻലി ഇപ്പോൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾക്കൊരു ആർട്സ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് എന്തൂസിയ. അപ്പോൾ അതിൽ പല ബാൻഡുകൾ വന്നിട്ട് പെർഫോം ചെയ്യും. ഇന്ത്യയിൽ തന്നെ റിനൗണ്ട് ആയിട്ടുള്ള ബാൻഡ്സ് വന്നിട്ട് പെർഫോം ചെയ്യും. പിന്നെ അതേപോലെ പലതരം ആർട്ടിസ്റ്റുകൾ, ഡാൻസ് ആർട്ടിസ്റ്റുകൾ, പല ടൈപ്പ് ആർട്ട്, അങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് പെർഫോം ചെയ്യും. പിന്നെ സയൻസ് ഫെസ്റ്റുകൾ ഉണ്ടാവലുണ്ട്. ഇപ്പോൾ ഐസർ ഭോപ്പാലിൻ്റെ കേസിലാണ് സിംഗുലാരിറ്റിയാണ് സയൻസ് ഫെസ്റ്റ്. ഈ സയൻസ് ഫെസ്റ്റിൽ വേരിയസ് ടൈപ്സ് ഓഫ് കോമ്പറ്റീഷൻസ്, സയൻസ് റിലേറ്റഡ് കോമ്പറ്റീഷൻസ് ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ ടെഡെക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇതിൻ്റെ ഒപ്പം ഉണ്ടാവാറുണ്ട്. ടെഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ മേഖലകളിലും ശോഭിക്കുന്ന പേഴ്സണാലിറ്റീസിൻ്റെ ഒരു ടോക്കാണ് ഈ ടെഡെക്സ്. അപ്പോൾ ടെഡെക്സ് അങ്ങനെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അവിടെ. അതിലൂടെ തന്നെ നമുക്ക് പല ടൈപ്സ് സ്കിൽസ് ഒക്കെ നമുക്ക് അതിലൂടെ കിട്ടുന്നതാണ്. അതിൽ വരല് ഓരോ ഫീൽഡിലും ടോപ്പായ ആൾക്കാരാണ് ടെഡെക്സ് ടോക്കിന് നമ്മൾ കാണാം. അപ്പോൾ ടെഡെക്സ് ഒക്കെ കാണാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ റിസർച്ച് ഫെസിലിറ്റീസ് നമുക്ക് വേൾഡ് ക്ലാസ് ലെവൽ റിസർച്ച് ഫെസിലിറ്റീസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. അതായത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ് ആയ, മീൻസ് ഇപ്പോൾ SEM, TEM, അതേപോലെ NMR, പല മീൻസ് ഹെർട്സിലുള്ള NMR, ഹൈ റെസൊല്യൂഷൻ NMR, ഇതൊക്കെ തന്നെ അവിടെ അവൈലബിൾ ആണ്. മീൻസ് എല്ലാ ഐസേഴ്സിലും അവൈലബിൾ ആണ്. ഇതിനൊക്കെ വളരെ കോസ്റ്റ്ലി സംഭവങ്ങളാണ്. അറൗണ്ട് 20 crore 10 crore ഒക്കെ വരുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണിത്. ഇതൊക്കെ തന്നെ റിസർച്ചിന് വേണ്ടിയിട്ട്, റിസർച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐസേഴ്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫാക്കൽറ്റീസ് ഒക്കെ തന്നെ ദേ ആർ ബെസ്റ്റ് സയൻറ്റിസ്റ്റ്, സീനിയർ സയൻറ്റിസ്റ്റ് ഇൻ ദിയർ ഫീൽഡാണ്. പിന്നെ എല്ലാവരും തന്നെ ഒന്നുകിൽ IITians അല്ലെങ്കിൽ IAC പീപ്പിൾ, അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മീൻസ് ലൈക്ക് MIT, കാംബ്രിഡ്ജ്, ഹാർവാർഡ്, അവിടെയൊക്കെ തന്നെ PhD മീൻസ് മാസ്റ്റേഴ്സൊക്കെ ചെയ്ത കുറേ ഫാക്കൽറ്റീസ് അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് ഇയറിൽ പോയപ്പോൾ ഫിസിക്സ് മെക്കാനിക്സ് എടുത്തിരുന്ന സാറ് MITയിൽ പഠിച്ചൊരു സാറായിരുന്നു. IIT കാൺപൂർ കഴിഞ്ഞ് MITയിൽ പഠിച്ചൊരു സാറായിരുന്നു. ഇപ്പം നമ്മളെ ഐസർ ഭോപ്പാലിൻ്റെ ഫോർമർ ഡയറക്ടർ വിനോദ് സിംഗ് സാർ ഉണ്ടായിരുന്നു. സാറ് ഇതേപോലെ എന്താ പറയുക, ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ ചെയ്താണ്. മാത്രമല്ല സാറ് പത്മശ്രീയാണ്. സാറിൻ്റെ പേരിൽ തന്നെ ഒരു കാറ്റലിസ്റ്റ് ഒക്കെ ഉണ്ട്, സിംഗ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫാക്കൽറ്റീസിന് നമുക്ക് വളരെ എന്താ പറയുക ഉപയോഗപ്പെടുത്താൻ പറ്റും. ദേ ആർ വെരി കൈൻഡ് ഓഫ് ഹെൽപ്പിംഗ് കൈൻഡ് ഓഫ് പീപ്പിൾ ആണ്. ഓക്കെ, ദെൻ അവിടെ നമുക്ക് നമ്മൾ ഓരോ സെമസ്റ്ററിൽ തന്നെ നമുക്ക് പലതരം സിംബോസിയംസ് ഉണ്ടാവും, അതേപോലെ ടോക്സ് ഉണ്ടാവും, അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെക്ചേഴ്സ് ഉണ്ടാവും, ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. ഇതൊക്കെ തന്നെ സയൻറ്റിസ്റ്റുകളും, വേൾഡ് ടോപ്പ് സയൻറ്റിസ്റ്റുകളും, ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളും, അതേപോലെ തന്നെ അക്കാഡമീഷ്യൻസും മ്യൂസീഷ്യൻസും ഒക്കെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഇതൊക്കെ കേൾക്കുന്നതിലൂടെ നമുക്കും നല്ലൊരു എക്സ്പോഷറാണ് കിട്ടുക. ഓക്കെ, പിന്നെ അതേപോലെ ഇങ്ങനത്തെ പല മേഖലകളിലുള്ള ആൾക്കാർ നമ്മളവിടെ ഇങ്ങനെ ടോക്സോ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസ് ഒക്കെ നടത്തും. ഇപ്പോൾ എനിക്ക് പരിചയപ്പെടാൻ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ ടോക്സിലൂടെ, ഇൻട്രാക്ഷനിലൂടെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഞാൻ ഓർക്കുന്ന
രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് സ്പിക് മാക്കയുടെ ഫൗണ്ടർ ഡോക്ടർ കിരൺ സേത്ത്, പത്മശ്രീ ഡോക്ടർ കിരൺ സേത്ത്. പത്മശ്രീ ഡോക്ടർ കിരൺ സേത്ത് എന്ന് പറയുന്നത് സ്പിക് മേക്കയുടെ ഫൗണ്ടറാണ്. സ്പിക് മേക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ട്, ക്ലാസിക്കൽ ആർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ്റെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ആർട്ട് പ്രൊമോട്ട് ചെയ്യാൻ, ക്ലാസിക്കൽ ആർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സംഘടനയാണ്. അതിൻ്റെ കീഴിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പല പ്രോഗ്രാംസും ഉണ്ടാവാറുണ്ട്, കൺസേർട്സ് ഉണ്ടാവാറുണ്ട്. പല ഇൻസ്ട്രുമെൻസിൻ്റെ, ഇപ്പോൾ സിത്താറ്, അതേപോലെ എന്താ പറയുക, നമ്മുടെ ഫ്ലൂട്ട്, തബല, അങ്ങനത്തെ പല ഇൻസ്ട്രുമെൻസിൻ്റെ, ഇൻഡിജീനിയസ് ഇന്ത്യൻ ഇൻസ്ട്രുമെൻസിൻ്റെ ഒക്കെ തന്നെ കൈൻഡ് ഓഫ് പെർഫോമൻസ് കൺസേർട്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ കേൾക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിരൺ സേത്തിന് നേരിട്ട് സംസാരിക്കാൻ, ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ MHRDയുടെ സെക്രട്ടറീസ്, ഫോർമർ സെക്രട്ടറീസ് അശോക് താക്കൂർ IAS, വിഭാപുരി ദാസ് IAS, ഇവരുമായി തന്നെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇവർ രണ്ടാളും സെക്രട്ടറി ലെവൽ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ സെക്രട്ടറി ലെവൽ ക്യാബിനറ്റ് പദവിയുള്ള ആൾക്കാരായിരുന്നു. മീൻസ് ഈ അശോക് താക്കൂർ IAS നമ്മുടെ IASന്റെ ട്രെയിനിങ് സെന്ററായ ലബാസ്നയിലൊക്കെ ഫാക്കൽറ്റി ആയിരുന്നു. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടതിലൂടെ നമുക്കൊരു കൈൻഡ് ഓഫ് ഫ്ലേവർ നമുക്ക് കിട്ടണം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഫെസിലിറ്റീസ് പറയുകയാണെങ്കിൽ സ്റ്റുഡിയോ എയർ. നമുക്ക് സ്റ്റുഡിയോ എയർ എന്ന് പറഞ്ഞാൽ മൊത്തം സൗണ്ട് പ്രൂഫ് ക്ലാസ്. അതിൽ നമ്മുടെ യൂഷ്വലി കൺവെൻഷണൽ ക്ലാസ്സുകളല്ല, മീൻസ് സീറ്റ്സോ അല്ലെങ്കിൽ ബെഞ്ചസോ അല്ല, നമുക്ക് റൗണ്ട് ടേബിളിൽ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ, പ്രോബ്ലം ഡിസ്കഷൻ, അങ്ങനത്തെ ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ഫുൾ 4 സൈഡിലും LED TVs ഉള്ളൊരു സെറ്റപ്പാണ് നമ്മുടെ സ്റ്റുഡിയോ എയർ. അങ്ങനത്തെ അതേപോലെ തന്നെ NPTEL നിങ്ങൾക്കറിയാം, IITs ആൻഡ് IISc ആൻഡ് ICS നടത്തുന്ന NPTEL. ഈ NPTELന്റെ ഒക്കെ സ്റ്റുഡിയോ ICSൽ ഉണ്ട്. അപ്പോൾ പുറത്തുള്ള കുട്ടികൾക്കും ഇവിടുത്തെ കോഴ്സസ് എൻറോൾ ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. NPTEL ഉള്ള ഓൺലൈൻ കോഴ്സസ് വഴി നമുക്ക് ഇങ്ങനത്തെ IITs ICS ഒക്കെ ഓൺലൈനായി നടത്തുന്ന പ്രോഗ്രാമുകളിൽ എൻറോൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് അവർ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഹൗസ് പ്രോഗ്രാംസ്, കോമ്പറ്റീഷൻസ് ഒക്കെ ICSൽ ഉണ്ട്. ഇതിൻ്റെ ഒക്കെ തന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വളരെ എക്സ്പോഷറാണ് കിട്ടുക. മാത്രമല്ല ഇതിൻ്റെ ഒക്കെ പ്രൈസ് മണി, നമുക്ക് നല്ല പ്രൈസ് മണിയും കിട്ടും. ഫസ്റ്റ് മീൻസ് അങ്ങനത്തെ ഓരോ പ്രൈസ്, മീൻസ് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രൈസ് മണി ഉണ്ടാവാറുണ്ട്. പിന്നെ നമുക്ക് ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ, ക്യാമ്പസ് മൊത്തം റെസിഡൻഷ്യലാണ്. നമ്മുടെ ഹോസ്റ്റലൊക്കെ ക്യാമ്പസിൻ്റെ ഉള്ളിലാണ്. നമ്മുടെ ലെക്ചർ ഹാൾ കോംപ്ലക്സ്, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്, മീൻസ് ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഷോപ്പിംഗ് സെൻറ്റർ. അവിടെ നമുക്ക് എന്തുവാണെങ്കിലും നമുക്ക് കിട്ടും. മീൻസ് കഫ്റ്റീരിയ, ജനറൽ സ്റ്റോർ, നമ്മുടെ ഈവൻ ബാർബർ ഷോപ്പ്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. മീൻസ് അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട്. ജനറൽ മീൻസ് സ്റ്റേഷനറി ഷോപ്പ്, അതൊക്കെ തന്നെ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ. ഈ കമ്മ്യൂണിറ്റി സെൻറ്ററിലാണ് നമ്മുടെ ഇപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കോമൺ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. മീൻസ് ഈ ഓണം, മലയാളീസിൻ്റെ ഓണം, അതേപോലെ വെസ്റ്റ് ബംഗാളിലുള്ള ആൾക്കാരുടെ പലതരം ടൈപ്പ് ഓഫ് പൂജാസ്, അങ്ങനത്തെ ഓരോ സരസ്വതി പൂജ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ കമ്മ്യൂണിറ്റി സെൻറ്ററിലാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെ എല്ലാ ഫാക്കൽറ്റീസിൻ്റെ മക്കളും, മീൻസ് സ്റ്റുഡൻസും ഡയറക്ടറും എല്ലാ ഒരു കമ്മ്യൂണിറ്റി പോലെയാണ് അവിടെ നമ്മൾ ആഘോഷിക്കാറുള്ളത്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മീൻസ് ഇവിടെ ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള ചില ക്ലബ്സുകളുണ്ട്. അതാണ് ഈ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത്. ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇനീഷ്യേറ്റീവാണ്. പല സ്റ്റേറ്റുകളുടെ കൾച്ചർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു
കൈൻഡ് ഓഫ് ഒരു അസോസിയേഷനാണ് ഈ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്. അപ്പോൾ അതിലൊക്കെ ഭാഗവാക്കാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മീൻസ് അങ്ങനത്തെ വേരിയസ് ടൈപ്സ് ഓഫ് ഇനീഷ്യേറ്റീവ്സിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ട് അവിടെ. ഓക്കെ, ദെൻ കൈൻഡ് ഓഫ് ബ്രെയിൻ സ്പേസ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. ബ്രെയിൻ സ്പേസ് എന്ന് പറഞ്ഞ ബിൽഡിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലൈബ്രറി അല്ല, ലൈബ്രറി സെൻട്രൽ ലൈബ്രറി വേറെ ഉണ്ട്. ഇത് നമുക്ക് വളരെ ലിഷർലി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, വേണമെങ്കിൽ കളിക്കാം, മീൻസ് എന്ത് വേണമെങ്കിലും ചെയ്യാം. ബ്രെയിൻ സ്പേസ് അവിടെ ശരിക്ക് എന്താ പറയുക, ടേബിളുകളുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് കിടന്ന് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ മീൻസ് അങ്ങനത്തെ ബെഡുകളുണ്ട്, ബെഡ് ഇട്ടിട്ടുണ്ട്, പില്ലോസ് ഉണ്ട്, കിടന്ന് എഴുതാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ടേബിൾസ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളൊരു ക്രിയേറ്റീവ് ആസ്പെക്റ്റിനെ ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ധാരാളം ടൈപ്പ് ഓഫ് സംഭവങ്ങൾ ഈ ബ്രെയിൻ സ്പേസിൽ ഉണ്ട്. അതേപോലെ ഐഡിയേഷൻ ഹട്ട്. ഈ ഐഡിയേഷൻ ഹട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു കഫ്റ്റീരിയയാണ്, ഒരു ഓപ്പൺ കഫ്റ്റീരിയയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കോഫി കുടിക്കാം, നമ്മളെ പുതിയൊരു ഐഡിയ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, ഒരു സ്റ്റാർട്ടപ്പ് മീൻസ് അങ്ങനത്തെ ഒക്കെ ഒരു വൈബുള്ളൊരു സ്ഥലമാണ് മീൻസ് ഈ ഐഡിയേഷൻ ഹട്ട്. ഇതിപ്പോൾ ഞാൻ ഐസർ ഭോപ്പാലിൻ്റെ ഓരോ കുറച്ച് കാര്യങ്ങളാണ്, എൻ്റെ എക്സ്പീരിയൻസസ് ആണ് പറയുന്നത്. മീൻസ് അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കഫേ കോഫി ഡേ ഉണ്ട്, CCD ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ലൈബ്രറിയുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇടയിൽ ഒരു കോഫി പോയി കുടിച്ച് വരാം. മീൻസ് അവിടെ തന്നെ പോയി നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. മീൻസ് അങ്ങനത്തെ ഒരു വൈബ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, പിന്നെ ക്യാമ്പസിലൊക്കെ തന്നെ നല്ല രസമാണ്. മീൻസ് നമ്മളിപ്പോൾ എല്ലാവരും സൈക്കിളാണ് ഉപയോഗിക്കുക. സൈക്കിളിലാണ് നമ്മൾ ഒരു എല്ലാ സ്ഥലത്തേക്കും പോവുക. ഒരു 90% ഓഫ് പീപ്പിൾ സൈക്കിൾ ഉപയോഗിക്കും. മീൻസ് ലെക്ചർ ഹാൾ കോംപ്ലക്സിൽ പോകാനും, മീൻസ് ഷോപ്പിംഗ് സെൻറ്ററിൽ പോകാനും, ക്യാമ്പസിൻ്റെ പുറത്ത് പോകാനൊക്കെ അധികം ആൾക്കാർ സൈക്കിളാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് അതൊരു കൈൻഡ് ഓഫ് എക്സസൈസും ആണ് നമുക്ക്. അപ്പോൾ നമുക്കൊരു വെൽബീയിങ് കിട്ടും. ഓക്കെ, നമ്മൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഒരു വെൽബീയിങ് ആണ് നമ്മളെ സൈക്കിൾ മൊത്തം ഉപയോഗിക്കുമ്പോൾ. ഓക്കെ, പിന്നെ നിങ്ങളുടെ വേരിയസ് കൈൻഡ് ഓഫ് ഹോബീസ് പെർഷ്യൂ ചെയ്യാൻ ക്ലബ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ കുറച്ച് ഇങ്ങനെ മ്യൂസിക് പ്രൊഡക്ഷൻ കൈൻഡ് ഓഫ് വർക്കുകളൊക്കെ അവിടെ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സുമായിട്ട് ഫേൺ സ്റ്റുഡിയോ കളക്റ്റീവ് എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ്, മ്യൂസിക് റിലേറ്റഡ് മീൻസ് കൾച്ചർ റിലേറ്റഡ് സ്റ്റാർട്ടപ്പ് അവിടെ തുടങ്ങാൻ പറ്റി. മീൻസ് ഞങ്ങളൊരു മീൻസ് വർക്ക്, ഫസ്റ്റ് മ്യൂസിക്കൽ വർക്ക് അത് ലോഞ്ച് ചെയ്തത് നമ്മുടെ ഡയറക്ടറായിരുന്നു. പിന്നെ അതേപോലെ നമ്മുടെ ഈ ഫേൺ സ്റ്റുഡിയോ കളക്റ്റീവ് ചെയ്തത് അവിടെ തന്നെ ഒരു സീനിയർ മോസ്റ്റ് പ്രൊഫസർ ആയിരുന്നു. അങ്ങനത്തെ സ്റ്റാർട്ടപ്പുകളൊക്കെ അവിടെ മീൻസ് ദാറ്റ് കൈൻഡ് ഓഫ് ഇനീഷ്യേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ അതിനൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ മൊത്തത്തിൽ ഉള്ളത്.